വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം എന്താ വില എന്ന് കരുതി ഓണസദ്യക്ക് കായ വറുത്തതില്ലാതെ നമുക്ക് പറ്റുമോ? വെറും രണ്ടേ രണ്ട് സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്ത് ഉണ്ടാക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് മിക്കവർക്കും തന്നെ അറിയാം എങ്ങനെയാണ് കായ വറുക്കുന്നതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഏത്തക്കായ എടുക്കാം. അതിന് രണ്ട് വശവും മുറിച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിത് തൊലി നല്ല ഈസി ആയിട്ടൊന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ കായ ഒന്ന് കഴുകിയെടുക്കാം. അതിലുള്ള കറയൊക്കെ ഒന്ന് കളഞ്ഞു കിട്ടാനാണ്. ഇനി നമുക്കൊരു കിച്ചൺ ടവലിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തുടച്ചൊന്ന് വെള്ളാംശം മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇത് നല്ല തിന്നായിട്ടുള്ള സ്ലൈസസ് ആക്കി മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനൊരു ഗ്രേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഈ മുറിച്ചെടുത്തിട്ടുള്ള കായയുടെ പീസസ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഒരു പേരിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വറുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ, എന്നാലും വെളിച്ചെണ്ണയുടെ മണം നമുക്ക് കുറച്ചെങ്കിലും വേണ്ടേ. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിഞ്ഞു പോകാതെ ഈ കായ ഒന്നും മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കായൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഞാനിവിടെ ഒരു എയർ ഫ്രയറിലാണ് ഈ കായ വറുക്കുന്നത്. ഒരു എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി പിടിപ്പിച്ചിട്ടുള്ള കായയുടെ പീസസ് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒന്നിന്മേൽ തൊടാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് 180 ഡിഗ്രീസിൽ ഒരു 8 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കായ വറുത്തോടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്തമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒന്നിന്മേൽ തൊടാതെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും കായൊക്കെ വറുത്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ തിക്ക് ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ 10 മുതൽ 11 മിനിറ്റ് വരെ നമുക്ക് എടുക്കും ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഒന്നിന്മേൽ തൊടാതെ തിൻ ലെയറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കായ വറുത്താണ് കേട്ടോ. അതിനാണ് വെളിച്ചെണ്ണയിൽ വറുത്തതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും അതുപോലെ ടെക്സ്ചറൊക്കെ ഉണ്ടായിരുന്നത്. എന്ന് കരുതി നമ്മൾ തിക്കായിട്ട് വറുത്തത് മോശം എന്നല്ല, അതിനെല്ലാം കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് തിൻ ലെയറായിട്ട് വറുത്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണേ.